24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നിർമ്മിക്കുന്ന 100 വീട് ഭവന പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നിർമ്മിച്ച 9ാമത്തെ വീടിൻ്റെ താക്കോൽദാനം നടക്കുകയാണ് ഇപ്പോൾ. പാവുമ്പ സ്വദേശി പൊന്നൻ രജിത ദമ്പതികൾക്കാണ് വീട് ഒരുങ്ങിയിട്ടുള്ളത്. സ്വന്തമായി വീട് എന്ന കുടുംബത്തിൻ്റെ സ്വപ്നമാണ് ഇതോടെ പാവുമ്പയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അരുൺ രാജ് ഈ വീട് നൽകുന്ന സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ രാജ്, പറയൂ. നമ്മുടെ വീട് കിട്ടുന്നവരൊക്കെ സന്തോഷത്തോടെ കഴിയുന്നു എന്നറിയുന്നതിൽ എനിക്കും നമ്മുടെ 24 പ്രവർത്തകർക്കും സന്തോഷം. തീർച്ചയായും ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഈ നാട് ഇതിന്റെ സമീപവാസികളടക്കം വലിയ സന്തോഷത്തിലാണ്. കാരണം അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നമായിരുന്നു ഈ രജിത പൊന്നൻ ദമ്പതികൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത്. അത് 24 യാഥാർത്ഥ്യമാവുകയാണ്. നമ്മൾ കാണുന്നതാണ് ഈ വീട്. ഈ വീട്ടിലെ നിർമ്മാണം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി. ഇവരെ സംബന്ധിച്ച് വലിയ സന്തോഷം ഈ നിമിഷത്തിൽ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഞാൻ വീടിന്റെ തറക്കല്ലിനടക്കം വന്നപ്പോൾ എന്നോട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വീട് പൂർത്തിയായിരിക്കുകയാണ്. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്, തീർച്ചയായിട്ടും. 24 ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സന്തോഷം, അതല്ലോ പറയാൻ. പിന്നെ വിടിഞ്ഞ് വീടാറായി വീടിന് ഇത്രയും ആക്കിയെടുത്ത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24 നന്ദിയുണ്ട്. ഇതിൽ ഏറ്റവും കാരണം ഇത് ഈ സ്ഥലത്തേക്ക് എത്തുന്നതിന് സാധനങ്ങളടക്കം എത്തുന്നതിന് വലിയ തടസ്സം നേരിട്ടിരുന്നു. പക്ഷേ ഇതെല്ലാം വളരെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. മെമ്പർ കൂടി ഇപ്പോൾ നമ്മളോട് ചേരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് പല തവണ പലയിടങ്ങളിൽ കയറിയതാണ്. ഒടുവിൽ വീട് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. സന്തോഷമുണ്ട്. കാര്യം ഞാൻ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പറാണെങ്കിൽ തന്നെയും ഈ പ്രദേശത്ത് ഈ 24-ൻ്റെ നേതൃത്വത്തിൽ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ഒരു വീട് എൻ്റെ വാർഡിൽ പാവുമ്പ ഈ 8ാം വാർഡിൽ കിട്ടിയതിൽ സന്തോഷമുണ്ട്. അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ താക്കോൽ നൽകുന്ന ഈ വേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഒപ്പം ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഈ പ്രദേശത്ത് ഇതുപോലെയുള്ള വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു വാർഡാണ്. ഒരുപാട് നിർധനരായ ആളുകൾ താമസിക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ വീടിൻ്റെ ആവശ്യകത ഉണ്ട്. അതിന് തുടർന്നും ഇതുപോലെയുള്ള സംരംഭങ്ങളിൽ ഞങ്ങളുടെ ഈ പ്രദേശത്തെ കൂടി പരിഗണിക്കണം എന്ന് ഒരു അഭ്യർത്ഥന ഉണ്ട്. 24 ഈ വാർത്ത കണ്ട് ഈ കുടുംബത്തെ ഈ നമ്മുടെ നമ്പർ തേടിപ്പിടിച്ച് കൊടുക്കുന്നത് ഈ സമീപവാസിയായ അമ്മയാണ്. ഈ എങ്ങനെയാണ് ആ നമ്പറിലേക്ക് എത്തിയത്? ഞാനെപ്പോഴും 24-ൻ്റെ ആളാ. ഒരു ഇടിഞ്ഞ ഒഴിഞ്ഞ് വീട്ടിൽ കിടക്കുന്നുണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഓടിക്കൊണ്ടുവന്ന് ഞാൻ നമ്പർ കൊടുത്തു. അപ്പോൾ നിങ്ങളത് റിപ്പോർട്ട് വിളിച്ച് ഞാൻ പലതവണയായപ്പോൾ അവർക്ക് വന്ന് കണ്ടപ്പോൾ അവർക്ക് സത്യം മനസ്സിലായി. അവർക്ക് ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്തതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എന്തായാലും ഈ അമ്മയുടെ കൂടി കരസ്പർശം അക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ വീടിന്റെ താക്കോൽദാനം അത് ഇപ്പോൾ നിർവഹിക്കുകയാണ്. 24-ന് വേണ്ടി ഇപ്പോൾ ഈ വീടിന്റെ താക്കോൽദാനം ഇപ്പോൾ ഔദ്യോഗികമായി ഇപ്പോൾ നിർവഹിക്കുകയാണ്. സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ച് കൊല്ലം ജില്ലയിലെ 9ാമത്തെ വീടിന്റെ താക്കോൽദാനമാണ് ഇപ്പോൾ പൂർത്തിയായ വീടിന്റെ താക്കോൽദാനമാണ് ഇപ്പോൾ നടക്കുന്നത്. വീട്ടിലേക്ക് കിടക്കാം. നമുക്ക് ഈ വീട്ടിന്റെ ഒരു പ്രവേശനത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ 24-ന്റെ ഫാമിലി കോർഡിനേറ്റർ, താലൂക്ക് കോർഡിനേറ്റർ നൗഷാദ് റൌത്തർ അടക്കമുള്ളവർ ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെ മനോഹരമായ ഒരു വീടാണ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അവരുടെ ഒരു സ്വപ്നം, അത് അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നമായിരുന്നു. അവരെ സംബന്ധിച്ചത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? സന്തോഷം തോന്നുന്നുണ്ടോ? ഈ വീടിന്റെ ഒരു ചുറ്റവട്ടങ്ങളൊക്കെ നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ കാര്യങ്ങളൊക്കെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? മഴ പെയ്യുമ്പോഴൊക്കെ നേരത്തെ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഇപ്പോ കുഴപ്പമില്ല, സേഫാണ്. ഇത് സന്തോഷം തോന്നുന്നുണ്ട്. ഇതാണ് ഈ വീട് ഇപ്പോൾ നമ്മൾ പൂർത്തീകരിച്ച് നൽകിയ വീടാണ്. ഇന്ന് തന്നെ അവർ ഈ വീട്ടിലേക്ക് താമസമടക്കമുള്ള കാര്യങ്ങൾ മാറും. അവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വലിയ സന്തോഷത്തിലാണ് ഈ കുടുംബം. കൊല്ലം ജില്ലയിൽ നമ്മൾ നിർമ്മിച്ചു നൽകുന്ന 24-ഉം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന 9ാമത്തെ വീടാണ് ഇത്. പൂർത്തിയായ വീടുകൾ ഇനിയും ഉണ്ട്. അതിന്റെ താക്കോൽദാനം അടക്കം വരും ദിവസങ്ങളിൽ നടക്കും. എന്തായാലും ഒരു കുടുംബത്തിന് അടച്ചുറപ്പുള്ള വീട് പൂർത്തിയാക്കി നൽകി എന്നുള്ള ഒരു ആത്മസന്തോഷത്തിലാണ് നമ്മളും ഇപ്പോൾ ഈ കുടുംബത്തിനോടൊപ്പം ഉള്ളത്. ഓക്കെ, താങ്ക് യു അരുൺ രാജ്. ആ കുടുംബത്തോട് പറഞ്ഞേക്കൂ, സന്തോഷമായിട്ട് ജീവിക്കാം അവിടെ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അരുൺ രാജുമായി ബന്ധപ്പെടാനും ആവശ്യപ്പെടുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.